എസ് രാഗിനും ഗോകുലും കൂടി നമ്മുടെ കൂടെയുണ്ട്. ഇത്രയും നേരം നമുക്ക് അഭിലാഷ് മോഹനും അക്ഷയും സ്റ്റെഫിനും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ആ ആവേശം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അവരുടെ അടുത്ത് കൂടി ചോദിക്കാൻ പല ഭാഗത്തായിരുന്നു. രാഗിൻ, ഗോകുൽ, പാലക്കാട്ടെ പ്രചരണം ആവേശമൊക്കെ അതിന്റെ കൂടെ ചേർന്ന് നിങ്ങളും അനുഭവിച്ചതാണല്ലോ. പലരും പല കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നോ? വയനാടും ചേലക്കരയും പോലെ ആയിരുന്നോ? അതിലും മേലെ അല്ലായിരുന്നോ പാലക്കാട്? അതുക്കും മേലെയായിരുന്നു പാലക്കാട്. കാരണം അത്യന്തം ആവേശകരമായിട്ടുള്ള രീതിയിലാണ് മൂന്ന് മുന്നണികളും അവരുടെ പരസ്യ പ്രചാരണം അവസാനിപ്പിച്ചത്. 3 ഇടങ്ങളിൽ നിന്നായി ആ റോഡ് ഷോ പോലെ സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് എത്തി ഈ സ്ഥലത്ത് കേന്ദ്രീകരിച്ചു. അങ്ങനെയാണ് കൊട്ടിക്കലാശം കൊട്ടിയിറങ്ങിയത്. ഈ വോട്ടർമാരുടെ മനസ്സിലേക്ക് കൊട്ടിക്കയറാൻ വേണ്ടി പരമാവധി ശ്രമിച്ചു മുന്നണികൾ. അവസാന നിമിഷം വരെ വലിയ തോതിലുള്ള ട്വിസ്റ്റും നാടകീയതയും ഒക്കെ നിറഞ്ഞതായിരുന്നു പാലക്കാടിൻ്റെ പ്രചരണം. പലതരത്തിലുള്ള വിവാദങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനിടയിൽ കയറി വന്നു. എന്തായാലും മറ്റന്നാൾ ബുധനാഴ്ച പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. എന്താണ് വോട്ടർമാരുടെ മനസ്സിലിരിപ്പെന്ന് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം 3 മുന്നണികളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തി. അവർ ആ വാശിയേറിയ പോരാട്ടം നടത്തി. അവർ അത്തരത്തിൽ തന്നെ മുന്നോട്ട് പോയി അല്ലേ ഗോകുലെ? കഴിഞ്ഞ ഒരു 1.5 മാസക്കാലത്തോളം വലിയ തോതിലുള്ള ഒരു ട്വിസ്റ്റുകളും ഒട്ടനവധി കാര്യങ്ങളും ഒക്കെ കണ്ടു പാലക്കാട്. തീർച്ചയായിട്ടും രാഗിന് ഒരുപാട് ഉപതെരഞ്ഞെടുപ്പുകൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റാത്ത വേറെ ഏതെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായും. കാരണം സമാനതകളില്ലാത്ത രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു. ഒരു മിനിറ്റ് പോലും നമുക്ക് ശ്രദ്ധയൊന്നും മാറാൻ കഴിയാത്ത രീതിയിൽ അത്രമാത്രം ട്വിസ്റ്റും ടേണും നടന്നതായിരുന്നു പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ്. ഈ 3 മുന്നണികളും മനുഷ്യ സാധ്യമായതെല്ലാം പ്രചരണത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ജനങ്ങളുടെ കയ്യിലാണ്. ജനങ്ങൾ ഏത് വിധി എഴുതുമെന്നൊക്കെ തന്നെ 20-ാം തീയതി അത് പോളിംഗ് രേഖപ്പെടുത്തും. 23-ാം തീയതി നമ്മളറിയും. അതേതായാലും ആ വഴിക്ക് പോകും. പക്ഷേ മനുഷ്യ സാധ്യമായതെല്ലാം 3 മുന്നണികളും ചെയ്തു. അത്രമാത്രം കഠിനമായ പ്രചരണം 3 മുന്നണികളുടെ ഭാഗത്തു നിന്നുണ്ടായി. നമുക്ക് ആദ്യം എടുത്ത് പറയേണ്ടത് CPM-ൻ്റെ കാര്യമാണ്. കാരണം സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ആണെങ്കിൽ CPM-നെ ആ രീതിയിലൊരു പ്രാധാന്യം മാധ്യമങ്ങളിൽ പലപ്പോഴും വരാറില്ല. പക്ഷേ സരിൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായതോടുകൂടി ആ രീതിയിലൊരു വലിയ രീതിയിൽ ഈ വാർത്ത പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ രീതി ആകെ തന്നെ മാറി. അതോടൊപ്പം തന്നെ കോൺഗ്രസും വലിയ പ്രചരണം നടത്തി. BJP-യുടെ ഒരു കാര്യം എടുത്ത് പറയണം. BJP കൂടുതലായിട്ടൊരു അടിയൊഴുക്കുകളിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് ലെവലിലുള്ള പ്രചാരണത്തിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. RSS തന്നെ ഇറങ്ങി അടിത്തട്ടിലെ പ്രചരണം വളരെ സജീവമാക്കി, വളരെ ശക്തമാക്കി. അത് നമ്മൾ പലയിടങ്ങളിലും കണ്ടതാണ്. അപ്പോൾ ഇതിലേത് പ്രചരണ സ്ട്രാറ്റജിയാണ് വിജയിക്കുക എന്നറിയണമെങ്കിൽ അത് നമ്മളറിയണമെങ്കിൽ അത് 23-ാം തീയതിയാണ്. 20-ാം തീയതി ജനം വിധി എഴുതും. 23-ാം തീയതി ആ വിധി നമ്മളറിയും. അതോടൊപ്പം തന്നെ ഒരുപാട് വിവാദങ്ങളുണ്ടായി. നമ്മളിപ്പോൾ തന്നെ ഒരു ദിവസം ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിൻ്റെ തുടർ പ്രതികരണം എടുക്കാൻ അടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ അപ്പോൾ അന്നത്തെ ദിവസം വേറെ വിവാദങ്ങൾ ഉണ്ടാവുകയാണ്. ഉദാഹരണത്തിന് പെട്ടി വിവാദം, ഷെയ്ഖ് ഹാൻഡ് വിവാദം, ഈ കാർ യാത്ര വിവാദം രാഹുലിൻ്റെ. അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ സന്ദീപിൻ്റെ കോൺഗ്രസിലേക്കുള്ള എൻട്രി. അതിനുശേഷം സന്ദീപ് ഏറ്റവും ഒടുവിൽ പാണക്കാട്ടേക്ക് പോയി സന്ദർശിച്ചത്, അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണങ്ങളുണ്ടായി. വ്യാജ വോട്ട്, ഇരട്ട വോട്ടൊക്കെ ഉണ്ടായി അല്ലേ? അതൊരു പ്രധാനപ്പെട്ട കാര്യം. സന്ദീപിൻ്റെ വിഷയം ഉണ്ടായപ്പോൾ നമ്മൾ ഒരു ദിവസം സ്വാഭാവികമായിട്ട് നമ്മൾ വൈകുന്നേരം പ്ലാൻ ചെയ്യുമല്ലോ അടുത്ത ദിവസം ഏത് രീതിയിൽ വാർത്ത പോകണം. അപ്പോൾ നമ്മൾ അന്ന് പ്ലാൻ ചെയ്തത് നാളെ രാവിലെ സന്ദീപിനെ പോയി കാണാം ആ രീതിയിലായിരുന്നു അല്ലേ? പക്ഷേ അന്ന് രാത്രി ഒരു 11 മണിയായപ്പോഴാണ് പെട്ടി വിവാദം KPM-ൽ ആ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത്. നേരെ പിറ്റേ ദിവസം വാർത്ത നേരെ മാറി. ആ വാർത്തയുടെ ഫോക്കസ് അല്ലെങ്കിൽ വിഷയങ്ങൾ മാറി. അത് കഴിഞ്ഞ് നമ്മൾ ഇരട്ട വോട്ട് വിഷയത്തിലേക്ക് വന്നു. ഇരട്ട വോട്ട് വിഷയം നിൽക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് വീണ്ടും സന്ദീപ് കോൺഗ്രസിലേക്ക് വരുന്നത്. അത് വളരെ വിവാദങ്ങൾക്കൊന്നും അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. തുടർ വിവാദങ്ങൾ. അതായത് നമുക്കിതെല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം അത്രമാത്രം വിവാദങ്ങളും വലിയ വിഷയങ്ങളൊക്കെ വരികയാണ്. മാത്രമല്ല ഇതിൽ പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് കോൺഗ്രസിൽ ചേർന്നത് വളരെ അപ്രതീക്ഷിതമായിരുന്നു. കാരണം നമ്മളൊക്കെ ആ ഒരു രാഷ്ട്രീയ മൂവ്മെന്റ് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന രാഗിൻ പ്രതീക്ഷിച്ചിരുന്നായിരുന്നു. വളരെ പെട്ടെന്ന് CPM-ലേക്ക് സന്ദീപ് പോകുമെന്നാണ് BJP കേന്ദ്രങ്ങൾ ഉൾപ്പെടെ കരുതുന്നത്. അത്തരം BJP കേന്ദ്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രധാന എതിരാളിയായി ഇവർ കാണുന്നത് BJP കേന്ദ്രങ്ങൾ കോൺഗ്രസിനെയാണ്. ആ കോൺഗ്രസിലേക്കുള്ള സന്ദീപിന് എൻട്രി ആദ്യം ഒന്ന് BJP-യെ ഒന്ന് അമ്പരപ്പിച്ചു. അതിനുശേഷം സന്ദീപ് അവിടെ പോയി അത്തരം കാര്യങ്ങൾ ചെയ്തപ്പോഴത്തേക്കും ഇവിടെ ഒരു യൂണിറ്റി ഉണ്ടായതായും BJP പറയുന്നുണ്ട്. പ്രധാനമായിട്ട് BJP-യെക്കാളും കൂടുതൽ ഞെട്ടലുണ്ടാക്കിയത് ഒരുപക്ഷെ CPM-നായിരിക്കും. കാരണം നമ്മളിപ്പോൾ പലപ്പോഴും നമുക്ക് പലപ്പോഴും നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടിയിരുന്നത് CPM-ലേക്ക് ഒരുപക്ഷെ സന്ദീപ് പോകുമെന്നുള്ള രീതിയിലുള്ള വിവരങ്ങളാണ് നമുക്ക് ചില സോഴ്സുകളിൽ നിന്ന് ലഭിച്ചിരുന്നത്. പക്ഷേ നേതാക്കളുടെ പ്രതികരണം വരെ ആ രീതിയിലൊക്കെ ഉണ്ടായി. സന്ദീപിനെ പുകഴ്ത്തിക്കൊണ്ട് അല്ലെങ്കിൽ സന്ദീപിനെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ആ ഘട്ടത്തിലുണ്ടായി. അടക്കമുള്ളവർ ആ രീതിയിൽ പ്രതികരിച്ചു. നമ്മളെല്ലാം കരുതിയിരുന്നു ഒരുപക്ഷെ CPM-മായി സന്ദീപ് എന്ന വഞ്ചി അടുക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ അടുക്കുന്നു എന്ന് വിചാരിക്കുന്ന ആ ഘട്ടത്തിൽ അല്ലെങ്കിൽ അതൊരു പക്ഷേ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വിചാരിക്കുന്ന ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് കോൺഗ്രസിലേക്ക് സന്ദീപ് പോവുകയാണ്. നമുക്കൊരു ഫോൺ കോളാണ് വരുന്നത്. അതായത് ഒരു 10 മിനിറ്റിനുള്ളിൽ സന്ദീപ് ഏട്ടൻ കോൺഗ്രസിൻ്റെ ഇവിടെ സമ്മേളനത്തിലേക്ക് എത്തും. അതെ, വാർത്താ സമ്മേളനത്തിലേക്ക് എത്തും എന്ന് പറഞ്ഞ് ഫോൺ കോൾ. സത്യം പറഞ്ഞാൽ ആ ഫോൺ കോൾ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാനെന്നല്ല ഒരുപക്ഷെ
നമ്മൾ ആരും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല. വളരെ വളരെ രഹസ്യമായിട്ടാണ് കോൺഗ്രസ് ആ കാര്യം ഓപ്പറേറ്റ് ചെയ്തത്. ഇപ്പോൾ VD സതീശനടക്കമുള്ള വളരെ കുറച്ച് പേർക്ക് 3-4 പേർക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യം നീക്കമായിരുന്നു. ആ രഹസ്യ നീക്കത്തിൻ്റെ വിജയമാണ് സന്ദീപ്. അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല, അത് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ക്യാമ്പിനെ വലിയ രീതിയിൽ അത് ഉണർത്തും. അടിത്തട്ടിലെ പ്രവർത്തകരെ അത് വലിയ രീതിയിൽ ഉണർത്തും. അതാണ് ഇവിടെ CPM-ഉം BJP-യും ചെയ്ത സ്ട്രാറ്റജി ഏകദേശം ആ രീതിയിലാണ്. ഇപ്പോൾ സരിൻ CPM-ലേക്ക് വരുമ്പോൾ CPM-ൻ്റെ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് ഇവിടെ സാധാരണ പ്രവർത്തകർക്ക് ബൂത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു പക്ഷേ വേണമെങ്കിൽ കരുതാം, ഞങ്ങൾക്ക് ഇവിടെ വലിയ സാധ്യതയില്ലല്ലോ, ആ രീതിയിൽ വർക്ക് ചെയ്യണമെന്നൊക്കെ തോന്നാം. പക്ഷേ സരിനെ പോലെ ഒരാൾ വരുന്നു, ഇവിടെ വലിയൊരു ഓളം ഉണ്ടാകുന്നു. സ്വാഭാവികമായി നമുക്കിവിടെ ജയിക്കാം, പ്രവർത്തിച്ചാൽ ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു മെസ്സേജ് ഇവിടുത്തെ നേതാക്കൾ അണികളിലേക്ക് കൊടുക്കുകയാണ്. അങ്ങനെയാണ് ആ വർക്ക് കൃത്യമായി നടക്കുകയും. പാലക്കാടിൻ്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അല്ലെങ്കിൽ രംഗം പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് UDF-ൽ നിന്ന് സരിൻ നേരെ ഇപ്പുറം വന്നതോടുകൂടി തന്നെ അതിൻ്റെ ഒരു കളം മാറി. അപ്പോൾ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായി പാലക്കാട്. അതിനുശേഷമാണ് കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിത്വം വരികയും പിന്നീട് അതങ്ങോട്ടങ്ങ് ഒരു ഓളമായി കത്തിപ്പടരുകയായിരുന്നു അല്ലേ? തീർച്ചയായും. അതായത് ഈ കളം നിറഞ്ഞ് 3 പേരും കളം നിറഞ്ഞതോടുകൂടി ഒരു ശക്തമായൊരു മത്സരം, വലിയൊരു ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതിയാണ് ഉണ്ടായത്. അത് മാത്രമല്ല എല്ലാ കാര്യത്തിലും ആവേശം. ഇന്നത്തെ കുട്ടിക്കലാശത്തിൽ വരെ ഏകദേശം CPM-ൻ്റെ ഒപ്പമായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്, LDF റാലിയുടെ ഒപ്പമായിരുന്നു ഞാൻ കണ്ടത്. ഏകദേശം നമ്മൾ ഈ വിക്ടോറിയ വരെ, അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു 1.5 കിലോമീറ്റർ 1 കിലോമീറ്ററോളം നീണ്ടു നിൽക്കുന്ന രീതിയിലേക്ക് ജാഥ വലുതായിരുന്നു. 3 മുന്നണികളും അങ്ങനെ വലിയ ജനപങ്കാളിത്തമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 3 മുന്നണികളിലും ഈ ജനപങ്കാളിത്തം ഉണ്ടായി. മറ്റ് 2 മുന്നണികളുടെ കാര്യം പറയുന്നത് ഞാനത് കണ്ടിട്ടില്ല, ഞാൻ LDF റാലിക്കൊപ്പമാണ് ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു വലിയ ജനപങ്കാളിത്തം എല്ലാവരിലേക്കും ഉണ്ടായി എന്നുള്ള, എല്ലാ പാർട്ടികളിലും ഉണ്ടായി, അല്ലെങ്കിൽ 3 മുന്നണികളിലും ഉണ്ടായി. അത് തെളിയിക്കുന്നത് ഒരു സ്വാഭാവികമായും ഉപതെരഞ്ഞെടുപ്പാകുമ്പോൾ കുറച്ച് ആവേശം കൂടും. പക്ഷേ ഇത് അതിലും കൂടുതലാണ്. കാരണം അതുക്കും മേലെ എന്നൊക്കെ പറയില്ല, ആ രീതിയിലുള്ള വലിയ മത്സരം തന്നെ നമുക്ക് തീരെ പ്രവചിക്കാൻ പറ്റുന്നില്ല. പല ഉപതെരഞ്ഞെടുപ്പുകളോ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുകളോ നമ്മൾ പ്രവചിക്കും. ഇത്തവണ നമ്മൾ പ്രവചിച്ചാൽ അത് ശരിയാകണമെന്നില്ല. നമുക്ക് പാളിച്ചകൾ പറ്റാൻ ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം നമ്മൾ കാണാത്ത ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾ കാണുന്നുണ്ട്.